നീ നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. ദീനി രംഗത്ത് ശ്രദ്ധിക്കാൻ എല്ലാവിധ കഴിവുകളും പ്രാപ്തിയും ഇവിടുത്തെ പ്രതിപടക്കമുള്ള ആ മഖ്ദൂമി കാലഘട്ടം കഴിഞ്ഞു 19-ാം നൂറ്റാണ്ടിലേക്ക് എത്തി. 19-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ വിശുദ്ധ ഇസ്ലാമിന്റെ ശരിയായ രൂപത്തിന് കളങ്കം വരുത്തുന്ന ചില പുത്തൻ ആളുകൾ നമ്മുടെയൊക്കെ നാടുകളിലേക്ക് ഇറങ്ങി വരാൻ തുടങ്ങി. അവർ പ്രഖ്യാപനങ്ങൾ നടത്തി, മാല വേണ്ട, മൗലിദ് ഓതണ്ട, നിസ്കാരത്തിന് ശേഷം ദുആ ചെയ്യണ്ട, മഖ്ബറകൾ സിയാറത്ത് ചെയ്യണ്ട എന്നൊക്കെ തരത്തിലുള്ള പുതിയ വിശ്വാസ പ്രമാണങ്ങളുമായി കടന്നു വന്നപ്പോൾ മഹാന്മാരായ പണ്ഡിതന്മാർ ആലോചിച്ചു, ഈ സ്വഭാവം, ഈ രൂപത്തിലുള്ള പ്രചരണങ്ങൾ നമ്മുടെ നാടുകളിൽ വ്യാപകമായി കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലുണ്ടായിരുന്ന സ്നേഹം നഷ്ടപ്പെടും, നമ്മുടെ നാട്ടിലുണ്ടായിരുന്ന സൗഹാർദ്ദം നഷ്ടപ്പെടും, നമ്മുടെ നാടുകളിൽ ഉണ്ടായിരുന്ന മമത നഷ്ടപ്പെടും. നോക്കൂ നിങ്ങൾ, അമ്പംകുന്ന് നേർച്ച ആരംഭിക്കാൻ പോവുകയാണ്. ആ അമ്പംകുന്ന് നേർച്ചയിൽ അവിടെ മുസ്ലിമീങ്ങൾ മാത്രമാണോ? ആ മഹത്തായ മഖ്ബറകളിൽ വന്ന് ആശ്വാസം കൊള്ളുന്നത് ഒരുപക്ഷെ നമ്മളെക്കാൾ കൂടുതൽ ഇതര വിശ്വാസികളായിരിക്കും. മഹാനായ അമ്പംകുന്ന് വീരാനുപ്പാപ്പ ജീവിതകാലത്ത് ആളുകളോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ വിശ്വാസങ്ങളുമായി നിങ്ങൾ ഇങ്ങോട്ട് വരിക, നിങ്ങളുടെ വിശ്വാസങ്ങളുമായി നിങ്ങൾ ഇങ്ങോട്ട് വരിക. നിങ്ങൾ മഖ്ബറയിൽ വന്ന് ഒരു മഹാനെ ബഹുമാനിച്ചുകൊണ്ട് ആദരിച്ചുകൊണ്ട് സർവശക്തനായ റബ്ബിനോട് ദുആ ചെയ്യലാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ നിങ്ങൾ അതിനു വേണ്ടി വരിക. അല്ലാഹു തആല നിയ്യത്തിനാണ് അല്ലാഹു കൂലി നൽകുന്നത്. അങ്ങനെ ഒരു നാടിന്റെ മുഴുവൻ സംസ്കാരങ്ങളും ഒരു നാടിന്റെ മുഴുവനും ഐക്യവും ആ അമ്പംകുന്ന് വീരാനൗലിയ ഉപ്പാപ്പയുടെ ചാരത്ത് സംഗമിക്കുന്നത് പോലെ നമ്മുടെ നാട്ടിലുള്ള എല്ലാവരും സ്നേഹത്തോടുകൂടെ കഴിയാൻ സാധ്യമാകണം. ആ മതബോധം നമ്മുടെ കുട്ടികൾക്കും ഉണ്ടാകണം. അതിന് കല്ലുകടി ഉണ്ടാക്കുവാൻ 1926-20 കാലഘട്ടങ്ങളിൽ നമ്മുടെ കേരളത്തിൽ ചില പ്രവർത്തനങ്ങൾ നടക്കുകയുണ്ടായി. വിശ്വാസം സംരക്ഷിക്കുവാൻ, ഈമാൻ സംരക്ഷിക്കുവാൻ എല്ലാറ്റിനും കടപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകളുടെ വിശ്വാസത്തെ, അവരുടെ ആചാരങ്ങളെ, അനുഷ്ഠാനങ്ങളെ കൊണ്ടുപോകാൻ വേണ്ടി ചിലർ ശ്രമിച്ചപ്പോഴാണ് മഹത്തായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ 1926 രൂപീകൃതമാകുന്നത്. 1926 മഹാനായ